വാർത്തകളൊക്കെ? എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിട്ടിരിക്കുന്നോ? അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പുതിയൊരു വീഡിയോ ആണ്. പക്ഷെ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഒരു പാലപ്പത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ. പാലപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? പാലപ്പം ഉണ്ടാക്കാനായിട്ട് ഒന്നെങ്കിൽ നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്യും, അല്ലെങ്കിൽ പിന്നെ കണ്ടിട്ടുള്ളത് തേങ്ങാവെള്ളം പഞ്ചസാര ഇട്ട് പുളിപ്പിച്ചിട്ട് ആഡ് ചെയ്യും. ഈ രണ്ടും അല്ലാതെ വേറൊരു രീതിയിലൂടെ, അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയിലൂടെ ഇങ്ങനെ നമുക്ക് പാലപ്പം നല്ല ടേസ്റ്റിയാണ്, നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല തൂവെള്ള പോണുള്ളൊരു പാലപ്പം ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാ അത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വായോ. അപ്പം നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 മണിക്കൂർ കഴുകി കുതിർക്കാൻ ഇട്ടേക്കുന്ന അരിയാണ്. ഇനി നമുക്ക് ഈ വെള്ളം കളഞ്ഞ് ഈ അരിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഏത് റൈസാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്? ഇതിപ്പോൾ ഞാൻ വെള്ള റൈസാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ചോറ് ഇനി എല്ലാം ഒത്തിരി ആണെന്നുണ്ടെങ്കിലും സാരമില്ല. അത് കൂട്ട് 1 കപ്പ്, ആ ഒരു ചെറിയ കപ്പിന് 1 കപ്പ് ചോറും, ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചുകൊണ്ട് വരാം. നമ്മൾ അരയ്ക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ഒത്തിരി വെള്ളം വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച തണുത്ത വെള്ളമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പം ഇത് മിക്സി ചൂടാകുമല്ലേ, അപ്പോൾ അത് ചൂടായാലും നമ്മൾ തണുത്ത വെള്ളം യൂസ് ചെയ്തെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പം വളരെ കുറച്ച് മതി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഇനി പഞ്ചസാരയും ഉപ്പും ഒക്കെ നമ്മൾ നാളെ ചേർക്കുമ്പം ഒത്തിരി വെള്ളമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് വെള്ളം മാത്രം, അതായത് ജസ്റ്റ് നമുക്ക് കാണാവുന്ന രീതിയിൽ ഒരു കുറച്ച് വെള്ളം മാത്രം ഇതുണ്ട്. ഇങ്ങനെ ചായക്കുമ്പോൾ ഈ സൈഡിൽ ഇതുണ്ട്, കുറച്ച് വെള്ളം വരുന്നുണ്ട്. അത്രയും വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഒത്തിരി വെള്ളമായാലും നമ്മുടെ അപ്പത്തിന് മയം കിട്ടുമല്ലേ. നമ്മൾ നല്ല ഫൈനായിട്ട് ഇതുണ്ടോ അരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു വെള്ളം മതി നമുക്ക് അപ്പത്തിനായിട്ട് നമ്മൾ അരച്ചെടുക്കുന്ന മാവിന്. നമ്മൾ തേങ്ങായും കുറച്ച് തേങ്ങായും പഞ്ചസാരയും ഉപ്പൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും കണക്ക് പാകത്തിനുള്ള വെള്ളമാകും. ചിലരുണ്ട് തലേദിവസം തന്നെ തേങ്ങായും ചേർത്ത് വെക്കുന്നു. പക്ഷേ ഏറ്റവും നല്ലത് നമ്മൾ രാവിലെ ഇത് പുളിച്ച് കഴിഞ്ഞ് ചേർക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അന്നേരം ആ പുളി കറക്റ്റായിട്ട് ഇരുന്നോളൂ. തേങ്ങയൊക്കെ പെട്ടെന്ന് പുളിച്ച് പൊങ്ങാൻ സഹായിക്കുന്നതാണേ. അപ്പോൾ ചിലപ്പം പുളി കൂടിപ്പോയെന്നിരിക്കും. നമ്മൾ മാവ് ഇതിനകത്തേക്ക് ഒഴിച്ചേക്കാണ്. അപ്പം നമ്മുടെ ഈ മാവ് പുളിച്ച് പൊങ്ങാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന ഒന്നെങ്കിൽ ഈസ്റ്റ് ആഡ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ തേങ്ങാവെള്ളം പഞ്ചസാര ഇട്ട് പുളിപ്പിച്ചാണ് ആഡ് ചെയ്യുന്നത്. ഇത് രണ്ടും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ തന്നെ പുളിച്ചു പൊങ്ങാനുള്ള ഒരു വഴിയാണിത്. ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെൽത്തിനും ഒരു വിഷയം ഉണ്ടാകുന്ന കാര്യമല്ല. വെച്ചാൽ നമ്മൾ ഇതുപോലൊക്കെ തന്നെ, അതായത് നേരത്തെ ഉണ്ടാക്കിയ അപ്പത്തിൻ്റെ മാവെടുത്ത് ജസ്റ്റ് ഇതുണ്ട് ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇത് നമ്മൾ ഒരു കുഞ്ഞു തവി, അത് നാളെ ഇത് പുളിച്ചു പൊങ്ങി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമലി നമ്മൾ പുളിച്ചു പൊങ്ങാൻ എടുക്കുന്ന സമയം 8 മണിക്കൂർ 9 മണിക്കൂർ, പിന്നെ ക്ലൈമറ്റിനനുസരിച്ച് അത് മാറി വരും. അപ്പോൾ നമുക്കിനി ഈ പുളിമാവ് പുളിച്ചു പൊങ്ങി ഈ പുളിമാവ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കിനി ഈ പുളിമാവ് നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം എല്ലാവർക്കും ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നല്ലേ, ഈസ്റ്റും തേങ്ങാവെള്ളവും ഒന്നും ചേർക്കാണ്ട് ഇച്ചിരി പുളിമാവ് ഒഴിച്ചാൽ അപ്പം പുളിച്ചു പൊങ്ങി വരുമെന്നു. ഇതാ കണ്ടോ നല്ല പുളിച്ച് നല്ല പൊങ്ങി നിൽക്കുന്നത് കേട്ടോ, നല്ല പതഞ്ഞ് പൊങ്ങി നിൽപ്പുണ്ടല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങായും പഞ്ചസാരയും ഉപ്പും കൂടെ ആഡ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഒരു തേങ്ങയുടെ അതായത് ഒത്തിരി തേങ്ങ ഞാൻ ആഡ് ചെയ്യുന്നില്ല. കുറച്ച് തേങ്ങ, അതായത് ഒരു അരമുറി തേങ്ങയുടെ പകുതി എടുത്തിട്ടുള്ളൂ ഇത്. പിന്നെ നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ തേങ്ങയുടെ വെള്ളം മാത്രമേ എടുക്കാവുള്ളേ. അതായത് കറുപ്പ് വരുന്ന എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അപ്പത്തിനും ഒരു കളർ കയറി പിടിക്കും. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ തേങ്ങ അരയ്ക്കാൻ ഇടുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അന്നേരം ആ വെള്ളത്തിൻ്റെ ആ അളവ് കറക്റ്റായിട്ട് തന്നെ നിന്നോളും. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇങ്ങനെ
ഒരു സ്പൂണിന് 2 സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. നമ്മുടെ കുട്ടീസിന് മധുരം വേണ്ടോണ്ട് ഞാൻ മധുരം ഇടുന്നത്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ പഞ്ചസാരയും തേങ്ങായും കൂടെ അധികം വെള്ളം വേണ്ട, വെള്ളം കുറച്ച് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാം. അപ്പോൾ ഇത് നമ്മൾ തേങ്ങയും പഞ്ചസാരയും കൂടെ അരച്ച ഇത് കണ്ടോ, വെള്ളമില്ലാതെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ, എന്നുവെച്ചാൽ പഞ്ചസാര നമ്മൾ അരഞ്ഞു കഴിയുമ്പം വെള്ളമാകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒത്തിരി വെള്ളം ഒഴിക്കരുതെന്ന്. കണ്ടോ, ഇങ്ങനെ ഒരു പരുവത്തിൽ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ അരയ്ക്കുമ്പം അധികം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മാവ് ലൂസായി പോവും. അപ്പോൾ നമ്മുടെ അപ്പത്തിന് മയം കിട്ടത്തില്ലേ. അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കണ്ടെന്ന് പറഞ്ഞത്. പിന്നെ വേറൊരു ടിപ്പുണ്ട്. നമ്മൾ ഈ തേങ്ങയ്ക്ക് പകരം കരിക്കില്ലേ, കരിക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ കരിക്ക് അരിക്കുവാണെങ്കിൽ നമ്മുടെ ഈ അപ്പത്തിന് നല്ല ടേസ്റ്റും കിട്ടും, നല്ല മയവും കിട്ടും കേട്ടോ. തേങ്ങയേക്കാളും ടേസ്റ്റ് കരിക്കരിക്കുന്നതാണ്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഞാൻ ഉപ്പ് നീരാ ഒഴിക്കുന്നത്. പൊടി വേണ്ടവർക്ക് പൊടി യൂസ് ചെയ്യാം കേട്ടോ. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിന് എടുക്കാവേ. നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തൊരു 10 മിനിറ്റ് വെക്കാം. ഈ പാലപ്പത്തിനാകുമ്പോൾ തേങ്ങ നന്നായിട്ട് അരയണേ, അല്ലെങ്കിൽ ആ തേങ്ങ കടിച്ചു കടിച്ചിരിക്കുക. അതിപ്പോൾ നമ്മുടെ പാലപ്പത്തിന് കൊള്ളത്തില്ല. അല്ല, നമ്മുടെ കള്ളപ്പം ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ തേങ്ങ ഇച്ചിരി കടിച്ചു കടിച്ചിരിക്കുന്നതിൻ്റെ ടേസ്റ്റ്. ഇനി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിന് നോക്കിയിട്ട് എടുത്ത് വെക്കാം. നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാമേ. ഇപ്പോൾ 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് നന്നായിട്ട് പുളിച്ച് പൊങ്ങി നിൽപ്പുണ്ട്. ഈ ഒരു ടൈമിലാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പുളിമാവ് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുമെന്ന്. കണ്ടോ, ഇങ്ങനെ ഇത്രയും ഒരു തവി എടുത്ത് ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി അടുത്ത പ്രാവശ്യം അപ്പം ചുടാൻ എടുക്കുമ്പം ഈ മാവ് ചേർത്താൽ മതി. എന്നാൽ ഇങ്ങനെ എടുത്ത് വെച്ച മാവാണ് ഞാൻ ചേർത്ത് കുഴച്ച് വെച്ചത്. നല്ല പുളിച്ച് പൊങ്ങി വന്നത് നിങ്ങൾ കണ്ടില്ലേ. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇതൊരു ഒരാഴ്ച 1.5 ആഴ്ചയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. സൈഡ് ഡോറിൽ വെച്ചാലും മതി കേട്ടോ. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നമ്മുടെ ചട്ടി അപ്പം ചുടാൻ വേണ്ടിയിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഈ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മാവ് ഒഴിക്കാം. വെക്കാവേ. നമ്മൾ അപ്പം ചുടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും തീയ മീഡിയത്തിലായിരിക്കണം. ഒത്തിരി കുറയാനും പാടില്ല, എങ്കിൽ ഒത്തിരി കൂടാനും പാടില്ല. ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ അപ്പത്തിൻ്റെ അകം വേകാതെ പെട്ടെന്ന് സൈഡ് ഭാഗം മുരിഞ്ഞു പോകും. അതുകൊണ്ട് ഇപ്പം തീ മീഡിയത്തിലായതുകൊണ്ട് എല്ലായിടവും ഒരേപോലെ തന്നെ വേവ് കറക്റ്റായിട്ട് വരികയും ചെയ്യും. അപ്പം നല്ല ആ ഒരു വൈറ്റ് കളറിൽ തന്നെ നമുക്ക് കിട്ടുവേ. ഇത് നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, ഒട്ടും പിടുത്തമൊന്നുമില്ലാതെ നല്ല നല്ല വൈറ്റ് കളറിൽ കാണാം. നല്ല തൊട്ടുമൊക്കെ പറയുന്നത് എന്നാ സോഫ്റ്റാന്ന് അറിയും നമുക്കിത്. അപ്പോൾ ഇതേ ഈസ്റ്റോ തേങ്ങാവെള്ളം പുളിപ്പിച്ചതോ ഒന്നുമില്ലാതെ നല്ല പുളിമാവ് എടുത്ത് വെച്ച ഇത് ചുട്ടെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പാലപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കണേ. പിന്നെ നമ്മുടെ ബെൽ ബട്ടൺ എല്ലാവരും അമർത്തി, എങ്കിൽ ബെൽ ബട്ടൺ അമർത്തിയെങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പിന്നെ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ കാണുന്നതിന് വരെ ബൈ.